തഞ്ചാവൂർ പാലസ് കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ബൃഹദീശ്വര ക്ഷേത്രത്തിലേക്കാണ്. ഓട്ടോയിലാണ് നമ്മൾ ബൃഹദീശ്വര ക്ഷേത്രത്തിലേക്കുള്ള യാത്ര. നമ്മൾ ഓട്ടോയിലിരുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രഗോപുരവും ക്ഷേത്രവും വളരെ ദൂരത്ത് നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. DGP അലക്സാണ്ടർ ജേക്കബ് സാർ സഫാരി ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ നിന്നാണ് ഈ ബൃഹദീശ്വര ക്ഷേത്രത്തിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ഇത് സന്ദർശിക്കുവാനുള്ള ആഗ്രഹം മനസ്സിൽ തോന്നിയത്. അന്ന് മുതലുള്ള നമ്മളൊരു ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും ഈ ക്ഷേത്രം ഒന്ന് സന്ദർശിക്കണമെന്ന്. അതിനുള്ള സമയം ഇപ്പോഴാണ് നമുക്ക് ലഭിച്ചത്. ഓട്ടോയിൽ ഇറങ്ങി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള റോഡിൻ്റെ എതിർവശം പോയി നിന്ന് ഒരു ദീർഘനിശ്വാസം വിട്ട് ക്ഷേത്രത്തെ പൂർണ്ണമായി ഒന്ന് വീക്ഷിക്കുകയാണ്. അതിമനോഹരമായ ഒരു ദൃശ്യം. നമ്മുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ ഒരു ക്ഷേത്ര ദർശനം. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിൽ ആദ്യം ഓടി വരുന്ന ചിത്രം ഈ ക്ഷേത്രം നിർമ്മിച്ച മഹാനായ ചക്രവർത്തിയായിരുന്ന രാജരാജ ചോളൻ ഒന്നാമനെയും ഈ ക്ഷേത്രം പണിത മഹാനായ ശില്പിയായിരുന്ന കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തച്ഛനെയുമാണ്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ രണ്ട് ഗോപുരങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന് തലയുയർത്തി നിൽക്കുന്ന വലിയൊരു ഗോപുരവും അതിൻ്റെ മുന്നിലായി ചെറിയൊരു ഗോപുരവും. 16-ാം നൂറ്റാണ്ടിൽ മറാഠ രാജാക്കന്മാർ തഞ്ചാവൂർ ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടാക്കിയ ക്ഷേത്രഗോപുരമാണ് മറാഠ ഗോപുരം എന്നും ഇതിനെ അറിയപ്പെടുന്നു. ഏകദേശം 25 അടി ഉയരവും ചുറ്റുമതിലുമാണ് ഇതിനുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ സംരക്ഷണത്തിനായി അന്നത്തെ രാജാക്കന്മാർ, അതായത് 16-ാം നൂറ്റാണ്ടിലെ മറാഠ രാജാക്കന്മാർ, തഞ്ചാവൂർ ഭരിച്ചിരുന്ന മറാഠ രാജാക്കന്മാരാണ് ഈ ചുറ്റുമതിലും ഈ മുന്നിലുള്ള ഗോപുരവും നിർമ്മിച്ചിരിക്കുന്നത്. കൂടെ തന്നെ ചുറ്റും കിടങ്ങുകളും നിർമ്മിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസം എന്തോ ഒരു പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. ഒരുപാട് ജനങ്ങൾ, ഭക്തജനങ്ങളുണ്ട്. ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും നമ്മൾ കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ സംരക്ഷണത്തിനായി മുൻഭാഗത്ത് തന്നെ വലിയ ഗടങ്ങ് നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഗടങ്ങിൽ കാവേരി നദീജലം നിറച്ച് അതിൽ മുദ്രകളെ വളർത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. മുഗളന്മാരുടെയും വിദേശ ശക്തികളുടെ ആക്രമണത്തിൽ നിന്ന് ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കാനാണ് ഇത് പ്രകാരം ചെയ്തതെന്ന് പറയപ്പെടുന്നു. മറാഠ ഗോപുരത്തിൻ്റെ കവാടത്തിൻ്റെ ഇരുവശങ്ങളിലായി ചെറിയ കോവിലുകളും ഇരു കോവിലുകളിലും ദേവതമാരുടെ പ്രതിഷ്ഠയും. നിത്യപൂജ ചെയ്യുന്ന ചോള സാമ്രാജ്യത്തിൻ്റെ ക്ഷേത്രങ്ങളിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ഈ ബൃഹദീശ്വര. മറാഠ ഗോപുരം പിന്നിട്ട് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉൾവശത്തേക്ക് കയറി. ഇവിടെ ഒരു വലിയൊരു ഗോപുരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതാണ് കേരളാന്തക ഗോപുരം. ഏകദേശം 25 മീറ്റർ ഉള്ള ഈ ഗോപുരം പണികഴിപ്പിച്ചത് രാജരാജ ചോളൻ തന്നെയാണ്. ഈ ക്ഷേത്രഗോപുരം പണിതതിന് പിന്നിലൊരു കഥയുണ്ട്. രാജരാജ ചോളൻ നിർമ്മിച്ച അതിഗംഭീരമായ ക്ഷേത്രം കാണാൻ രാജ്യത്തിൻ്റെ ഇതര ഭാഗങ്ങളിലുള്ള രാജാക്കന്മാരെ എല്ലാവരെയും ക്ഷണപത്രം കൊടുത്ത് ദൂതന്മാരെ അയച്ചു. അതിൽ തിരുവിതാംകൂർ അക്കാലത്ത് ഭരിച്ചിരുന്ന ഭാസ്കര രവിവർമ്മ എന്ന ചേര രാജാവായിരുന്നു. ക്ഷേത്രം കാണാനുള്ള ക്ഷണപത്രികയുമായി വന്ന രാജരാജ ചോളൻ്റെ ദൂതനെ ഭാസ്കര രവിവർമ്മ തടവിലാക്കി. ഇതറിഞ്ഞ രാജരാജ ചോളൻ സൈന്യവുമായി ചെന്ന് യുദ്ധത്തിൽ ഭാസ്കര രവിവർമ്മയെ പരാജയപ്പെടുത്തി. ഇതിൻ്റെ ആഘോഷത്തിൽ നിർമ്മിച്ചതാണ് ഈ ഗോപുരം. അതോടുകൂടി അദ്ദേഹത്തിന് കേരളാന്തകൻ എന്ന പേരും ലഭിച്ചു. ഇതിൽ നിന്നാണ് ഈ ഗോപുരത്തിന് കേരളാന്തക ഗോപുരം എന്ന പേർ വന്നത്. 25 മീറ്ററുള്ള ഈ ക്ഷേത്രഗോപുരം ഏകദേശം 40 അടി ഉയരമുള്ള 2 കരിങ്കൽ തൂണുകളിലാണ് ഈ ക്ഷേത്രഗോപുരം നിലകൊള്ളുന്നത്. നിരവധി മനോഹരങ്ങളായ ശില്പങ്ങൾ ഗോപുരത്തിൻ്റെ മനോഹാരിതയ്ക്ക് ആക്കം കൂട്ടുന്നു. മാത്രമല്ല ഈ ഗോപുരത്തിൽ തന്നെ ദക്ഷിണാമൂർത്തിയുടെയും ബ്രഹ്മാവിൻ്റെയും പ്രതിഷ്ഠകളുണ്ട്. ഈ മുന്നിൽ കാണുന്നതാണ് രാജരാജ ഗോപുരം. ഈ മതിൽക്കെട്ടിന് മുകളിലായി 1008 നന്ദി വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ക്ഷേത്രഗോപുരം കടന്ന് വലത് സൈഡിലാണ് നമ്മുടെ ഷൂവും ബാഗും അതുമാതിരി നമ്മളെ ചെരുപ്പുകളെല്ലാം സൂക്ഷിക്കാനുള്ള ക്ലോക്ക് റൂം സഹിതമുള്ള സ്ഥലം. അടുത്തതാണ് രാജരാജ ഗോപുരം. രാജരാജ ഗോപുരം കടന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രാങ്കണത്തിലെത്തി. ക്ഷേത്രനടയിലൂടെ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ദൃശ്യമാവും. അത് ഭയങ്കര തിരക്കാണ് കേട്ടോ.
ക്ഷേത്രഗോപുരം കടന്ന് ക്ഷേത്രാങ്കണത്തിൽ എത്തിയതിന് ശേഷം നമ്മൾ ക്ഷേത്രത്തിന് മുന്നിലായി ആദ്യമായി കാണുന്നത് ഒരു നന്ദി വിഗ്രഹമാണ്. ഒരു മണ്ഡപത്തിൽ അതിമനോഹരമായ വലിയൊരു നന്ദി വിഗ്രഹം. ഇവിടുന്ന് പിന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് രാജരാജ ഗോപുരം. ഇത് ക്ഷേത്രം പണിയുമ്പോൾ ക്ഷേത്രത്തിനോട് കൂടെ തന്നെ പണിത ഒരു ഗോപുരമാണ് രാജരാജ ഗോപുരം. അതിവിശാലമായ ഒരു ക്ഷേത്രമുറ്റമാണ് നമ്മൾ ഈ കാണുന്നത്. ഏകദേശം 1000 വർഷം മുമ്പ് നിർമ്മിച്ച ഒരു ലോകാത്ഭുത നിർമ്മിതിക്ക് മുന്നിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അതിഭയങ്കരം, അതിശയം, അത്ഭുതം തന്നെ. ഈ അതിമനോഹരമായ ക്ഷേത്രം നിർമ്മിച്ചത് ചോളരാജ്യത്തെ ഏറ്റവും ശക്തനായ രാജാവായിരുന്ന രാജരാജ ചോളൻ ഒന്നാമനാണ്. 2010 1000 വയസ്സ് തികഞ്ഞു. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു ക്ഷേത്രം കൂടിയാണിത്. കൃത്യമായി പറഞ്ഞാൽ AD 1000 ക്ഷേത്രം പണി തുടങ്ങി 1010 ഇതിൻ്റെ പണി പൂർത്തിയായി. ഇത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. ഈ ഇഷ്ടികക്കല്ല് ഇത് മാത്രമേ ഉള്ളൂ ആദ്യകാലങ്ങളിലുള്ള കരിക്കൽ. 16-ാം നൂറ്റാണ്ടിൽ തഞ്ചാവൂർ ഭരിച്ചിരുന്ന വിജയനഗര സാമ്രാജ്യ രാജാക്കന്മാരാണ് ഈ നന്ദി വിഗ്രഹം ഇവിടെ സ്ഥാപിച്ചിരുന്നത്. വലിയൊരു പ്ലാറ്റ്ഫോം കെട്ടി വലിയൊരു നന്ദി വിഗ്രഹം, ഏകദേശം 12 അടി ഉയരവും 25 ടൺ ഭാരവുമുള്ള ഒരു നന്ദി വിഗ്രഹമാണിത്. ഈ മണ്ഡപത്തിന്റെ മുകളിൽ കാണുന്ന ഈ ചിത്രപ്പണികൾ, പെയിന്റിങ്ങുകൾ ചെയ്തത് മറാഠ രാജാക്കന്മാരാണ്. മറാഠ രാജാക്കന്മാരുടെ ഭരണകാലത്താണ് ഈ പെയിന്റിങ്ങുകളെല്ലാം ചെയ്തത്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ സമയത്ത് പ്രതിഷ്ഠിച്ച നന്ദി വിഗ്രഹം ഈ ക്ഷേത്രത്തിനകത്ത് മറ്റൊരു സ്ഥലത്ത് മാറ്റിവെച്ചിരിക്കുന്നുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന നന്ദി വിഗ്രഹം വളരെ ചെറുതായിരുന്നു. വിജയനഗര രാജാക്കന്മാർ വന്ന് കാണുമ്പോൾ വലിയ ക്ഷേത്രത്തിന് ചെറിയ നന്ദി വിഗ്രഹം ഉചിതമല്ലെന്ന് തോന്നിയതിനാലാണ് അതവിടെ നിന്ന് മാറ്റി ഇപ്പം നമ്മൾ ഈ കാണുന്ന വലിയ നന്ദി വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. വലുപ്പത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നന്ദി വിഗ്രഹമാണിത്. ഒറ്റക്കല്ലിൽ തീർത്ത നന്ദി വിഗ്രഹം. ആന്ധ്രാപ്രദേശിലുള്ള ലപാക്ഷി ക്ഷേത്രത്തിലാണ് ഏറ്റവും വലിയ നന്ദി വിഗ്രഹം ഉള്ളത്. ഇത് 2ാമത്തെ വലുപ്പത്തിൽ 2ാം സ്ഥാനമാണ് ഇതിനുള്ളത്. ഇനി നമ്മൾ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലേക്ക് കയറുകയാണ്. ക്ഷേത്ര ദർശനം നടത്താൻ വേണ്ടിയിട്ട് ഈ കാണുന്ന മുന്നിലുള്ള പടികൾ പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. ചോള രാജാക്കന്മാരുടെ ക്ഷേത്രങ്ങളിൽ എല്ലാം ഇടതും വലതും വശങ്ങളിലായിട്ടാണ് ക്ഷേത്രത്തിൽ കയറാനുള്ള സ്റ്റെപ്പ് പടികൾ. ഈ മുന്നിലുള്ള ഫ്രണ്ടിലുള്ള പടികൾ പിന്നീട് മറാഠ രാജവംശത്തിൻ്റെ കാലത്ത് ഉണ്ടാക്കിയതാണ്. ശ്രീകോവിലിൻ്റെ കവാടത്തിന് മുന്നിലായി തന്നെ ഇടതും വലതും ഗണപതി ഭഗവാന്റെയും പാർവതി ദേവിയുടെയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായി 2 ദ്വാരപാലകന്മാരുടെ അതിശക്തമായ ഏകദേശം 12 അടിയോളം വലുപ്പമുള്ള 2 ശില്പങ്ങളും കാണാൻ. സൂക്ഷിച്ചു നോക്കിയാൽ ദ്വാരപാലകൻ തൻ്റെ കാൽ കീഴിൽ ഒരു പെരുമ്പാമ്പിനെ ചവിട്ടി പിടിച്ചിരിക്കുന്നതായി കാണാം. ആ പെരുമ്പാമ്പ് ഒരു ആനയെ വിഴുങ്ങുന്നതായും നമുക്ക് കാണാൻ കഴിയും. അതിശക്തനായ ആനയെ വിഴുങ്ങുന്ന പെരുമ്പാമ്പിനെ കാൽ കൊണ്ട് ചവിട്ടി മെതുക്കുന്ന ദ്വാരപാലനാണെങ്കിൽ ഉള്ളിലിരിക്കുന്ന ഭഗവാന്റെ ശക്തി നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള ചവിട്ടുപടികൾ. ഇതായിരുന്നു ഈ ക്ഷേത്രം പണിതപ്പോൾ ഉണ്ടായിരുന്ന ചവിട്ടുപടികൾ. നമ്മളിപ്പോൾ പോകുന്നത് ശ്രീകോവിലിനകത്തേക്കാണ്. ഈ ക്ഷേത്രത്തിൽ
18 അടി ഉയരമുള്ള ശിവലിംഗമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിനകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 18 അടിയാണ് ഈ ശിവലിംഗത്തിൻ്റെ ആകെ ഉയരം. ഇതിനെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അടിഭാഗം ബ്രഹ്മഭാഗം, മധ്യഭാഗം വിഷ്ണുഭാഗം, മുകൾ ഭാഗം ശിവഭാഗം എന്നിങ്ങനെ. ശിവലിംഗത്തിൻ്റെ മുകളിലായി 5 തലകളുള്ള സർപ്പമുണ്ട്. പഞ്ചലോകത്തിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഭഗവാനെ തൊഴുത് പ്രസാദം വാങ്ങിച്ചതിന് ശേഷം ശ്രീകോവിലിൽ നിന്നും ഇറങ്ങി തിരുമുറ്റത്തെത്തി. കിട്ടി, രണ്ടുപേർക്കും കിട്ടി. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ അടിഭാഗത്ത് വെച്ചിരിക്കുന്ന കല്ലിൽ കൃത്യമായി വളരെ വ്യക്തമായി കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഇത് പഴയ കാലത്തുള്ള ലിപി, തമിഴ് ലിപിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ ചുറ്റമ്പലത്തിന് മുകളിലായി 1008 നന്ദി വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മൾ ശ്രീകോവിലിൽ നിന്ന് തിരിച്ചിറങ്ങി ക്ഷേത്ര മൈതാനത്താണുള്ളത്. ഒരുപാട് ജനങ്ങൾ ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. തികച്ചും ക്ഷേത്രഭംഗിയും ശില്പഭംഗിയും ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണിപ്പോൾ. അതിഗംഭീരമായ ഒരു ക്ഷേത്രം, വിസ്മയിച്ചു പോയി നമ്മൾ ആകെ. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ശില്പഭംഗിയും ക്ഷേത്രഗോപുരത്തിൻ്റെ ഉയരം കണ്ട് വിസ്മയിച്ചു പോയി. 217 മീറ്ററാണ് ഈ ക്ഷേത്രഗോപുരത്തിൻ്റെ ഉയരം എന്ന് പറയുമ്പോൾ നമുക്ക് അനുമാനിക്കാനാവുന്നതാണ് ആ മഹാനായ രാജാവിൻ്റെ ഇച്ഛാശക്തി എന്തായിരുന്നു എന്ന്. വെറും 7 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കിയ ഒരു ലോക വിസ്മയമാണ് ബൃഹദേശ്വര ക്ഷേത്രം. തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രത്തെ എത്ര നേരം കണ്ടിരുന്നാലും നമുക്ക് കൊതി തീരില്ല. അത്രയും മഹാ അത്ഭുതങ്ങളിലൊന്നാണിത്. ശ്രീകോവിലിന് മുകളിലുള്ള ഒറ്റക്കൽ താഴികക്കുടം ഏകദേശം 81 ടൺ ഭാരമാണ് ഇതിനുള്ളതെന്ന് പറയപ്പെടുന്നു. ഇത് എങ്ങനെ ഇതിന് മുകളിൽ എത്തിച്ചു എന്നുള്ള കാര്യം വളരെ നിഗൂഢതകൾ നിറഞ്ഞ് ഇന്നും ആർക്കും മനസ്സിലാകാതെ. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു. ഇത് ഇപ്രകാരമായിരിക്കാം എന്ന് മാത്രം. തികച്ചും കൃഷിഭൂമിയായ ഒരു വയൽ പ്രദേശമായിരുന്നു ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം. ഈ ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യമായ കരിങ്കല്ലുകൾ കൊണ്ടുവന്നത് പുതുക്കോട്ടെ എന്ന സ്ഥലത്തു നിന്നാണ്. ഇവിടെ നിന്നും ഏകദേശം 75 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഇതിനു വേണ്ട ഈ കല്ലുകളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. അന്നത്തെ ആ കാലത്ത് യാതൊരുവിധ യന്ത്രസൗകര്യമോ ടെക്നോളജിയോ ഇല്ലാത്തൊരു സമയത്ത് മനുഷ്യ പ്രയത്നം കൊണ്ട് മാത്രം കൊണ്ടുവന്ന് നിർമ്മിച്ച ഒരു മഹാക്ഷേത്രമാണിത്. തമിഴ്നാട്ടിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങൾക്കും ശ്രീകോവിലിനേക്കാൾ ഉയരമാണ് ഇതിൻ്റെ മുൻവശത്തുള്ള ഗോപുരങ്ങൾക്ക്. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ശ്രീകോവിലിനാണ് ഉയരം ഗോപുരത്തിനേക്കാളും ഉയരം കൂടുതൽ. തമിഴ്നാട്ടിൽ ചോള ഭരണകാലത്തുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ മിക്കവയും നാശോന്മുഖമായിരുന്നു. എങ്കിലും ഈ ക്ഷേത്രം പൂർണ്ണതയോടെ നിലനിൽക്കുന്നു. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുവാനുള്ള കാരണവും ഇതുതന്നെയാണ്. ഏറ്റവും അധികകാലം നിലനിന്ന ചോള നിർമ്മിതി എന്ന നിലയിലാണ് ബൃഹദേശ്വര ക്ഷേത്രം ഇന്ന് ഏറ്റവും പ്രശസ്തമാകുന്നത്. രാജരാജ ചോളൻ്റെ ഭരണത്തിൻ്റെ 25-ാം വർഷത്തിൻ്റെ 275-ാമത്തെ ദിവസമാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായത് എന്ന് ശിലാലിഖിതം ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അക്കാലത്ത് ദക്ഷിണ ഭാരതത്തിലെ വലിയൊരു കലാസാംസ്കാരിക കേന്ദ്രം തന്നെ ആയിരുന്നു തഞ്ചാവൂർ. ചുറ്റമ്പലത്തിൽ നിറയെ ചെറിയ ചെറിയ കോവിലുകളും അതിലെല്ലാം പ്രതിഷ്ഠകളുമാണ്. ഈ കാണുന്നതെല്ലാം ശിവലിംഗ പ്രതിഷ്ഠകളാണ്. മൊത്തമായി 108 ശിവലിംഗ പ്രതിഷ്ഠകൾ ഈ ചുറ്റമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നിരവധിയായ ഒറ്റക്കൽ തൂണുകൾ താങ്ങി നിർത്തിയിരിക്കുന്ന മേൽക്കൂരയുള്ള ചുറ്റമ്പലമാണിത്. ഇതിലെല്ലാം ദേവീ ദേവതമാരുടെ പ്രതിഷ്ഠകൾ നടത്തിയിരിക്കുന്നു. ചോള രാജവംശത്തിൻ്റെ അതിശക്തനായ രാജാവായിരുന്ന രാജരാജ ചോളൻ ഒന്നാമൻ പണിയെഴുപ്പിച്ച ക്ഷേത്രമാണിത്. 66 മീറ്ററാണ് ഇതിൻ്റെ ഉയരം.
AD 985 മുതൽ പണി തുടങ്ങിയ ഈ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാകുന്നത് 1010 ശിവഭഗവാനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഈ ക്ഷേത്രത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിമാനം എന്ന വാസ്തുശില്പ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്ര ഗോപുരമാണിത്. ഇത്രയും വലിയ ഗോപുരത്തിൻ്റെ നിഴൽ ഉച്ചസമയത്ത് പോലും കാണില്ലെന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. ശിവഭഗവാന്റെ കണക്ക് സൂക്ഷിപ്പുകാരനായ ചണ്ഡകേശ്വരൻ്റെ ശില്പമാണ് നമ്മൾ ഈ കാണുന്നത്. ആദ്യകാലങ്ങളിൽ ഈ ക്ഷേത്രത്തെ രാജരാജേശ്വര കോവിൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാജരാജ ചോളൻ നിർമ്മിച്ച ക്ഷേത്രമായതിനാലാണ് ഇതിനെ രാജരാജ കോവിൽ എന്ന് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് വന്ന നായിക്ക സാമ്രാജ്യവും വിജയനഗര സാമ്രാജ്യവും മറാഠ സാമ്രാജ്യവും ഈ ക്ഷേത്രത്തെ പല പേരുകളിൽ വിളിച്ചിരുന്നു. അങ്ങനെ അവസാനം വന്ന പേരാണ് ബൃഹദീശ്വര ക്ഷേത്രം. അധികമാരും ശ്രദ്ധിക്കാത്ത, ഇതുവരെ ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു നിഗൂഢത ഈ ക്ഷേത്രത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഈ ക്ഷേത്രഗോപുരത്തിൽ 2 മനുഷ്യരൂപങ്ങളുടെ രൂപം കൊത്തിവെച്ചിരിക്കുന്നു. 2 യൂറോപ്യരുടെ വ്യക്തമായ ശില്പങ്ങൾ. ഇതുപോലുള്ള ക്ഷേത്രങ്ങളിലോ ക്ഷേത്രഗോപുരങ്ങളിലോ മനുഷ്യരൂപങ്ങൾ പാടില്ല എന്നതാണ് ശാസ്ത്രം. 1000 വർഷം മുമ്പ് പടുത്തുയർത്തിയ ദൈവിക ശില്പഗോപുരത്തിൽ എങ്ങനെ മനുഷ്യരൂപങ്ങൾ കടന്നു വന്നു? അതും 2 യൂറോപ്യരുടെ ശില്പങ്ങൾ. വിജയനഗര രാജാക്കന്മാർ പണിയെഴുപ്പിച്ച അതിമനോഹരമായ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് നമ്മൾ ഈ കാണുന്നത്. ഹംപിയിലും ബേലൂരും ഉള്ളതുമാതിരിയുള്ള ശില്പഭംഗി നിറഞ്ഞതാണ് ഈ കാർത്തികേയ ക്ഷേത്രവും. ശ്രീകോവിലിന് മുന്നിലായി ബ്ലാക്ക് സ്റ്റോണിൽ അതിമനോഹരമായി കാർവിങ് ചെയ്തെടുത്ത 2 ദ്വാരപാലകർ. അതിമനോഹരമായ ഒരു ശില്പം. ശ്രീകോവിൽ അഭിഷേകം നടത്തുമ്പോൾ ഒഴുകി വരുന്ന തീർത്ഥജലം ശേഖരിക്കുവാനുള്ള ടാങ്കാണ് നമ്മൾ ഈ കാണുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിന് 1.3 ലക്ഷം ടൺ ഗ്രാനൈറ്റ് കല്ലുകൾ വേണ്ടി വന്നു എന്ന് പറയപ്പെടുന്നു. 18 അടി ഉയരമുള്ള ശിവലിംഗ പ്രതിഷ്ഠ മുതൽ കമാനങ്ങളിലെ ചില ഭിത്തികൾ വരെ ഒറ്റക്കല്ലിലാണ് തീർത്തിരിക്കുന്നത്. 1000 വർഷം പിന്നിട്ട ഈ ക്ഷേത്രം 6 ഭൂചലനങ്ങളെയും ഒരു തീപിടുത്തത്തെയും അതിജീവിച്ചു. ചോള രാജഭരണകാലത്തെ ശൈവ സംസ്കാരത്തിൻ്റെ തിരുശേഷിപ്പ് കല്ലിൽ കൊത്തിവെച്ചത് ഇത്രയേറെ മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ സാധിക്കുമോ എന്നത് സംശയമാണ്. തൂണുകളും ചുവരുകളും കൊത്തുപണികൾ കൊണ്ടും ചിത്രങ്ങൾ കൊണ്ടും സമ്പന്നമാണ് ഈ ക്ഷേത്രം. കടന്നുപോയ 1000 വർഷങ്ങൾക്ക് സാക്ഷിയായ മഹാനിർമ്മിതി. 1000 വർഷം മുമ്പ് രാജരാജ ചോളൻ കരിങ്കല്ലിൽ സൃഷ്ടിച്ച മഹാ അത്ഭുതം. 1000-ൽ പരം ആനകളും 10,000-ൽ പരം ശില്പികളും പടുത്തുയർത്തിയ ഒരു മഹാത്ഭുതമാണ് ഈ ക്ഷേത്രം. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രത്യേകതകളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. രാജരാജ ചോളന്റെ ഭരണകാലത്ത് ഈ ക്ഷേത്രത്തിൽ 1000 ജീവനക്കാരുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. 100 കണക്കിന് പുരോഹിതർ, നാട്യകലയിൽ അഗ്രഗണ്യരായിരുന്ന 400 നർത്തകിമാർ, ശാസ്ത്രീയ സംഗീതത്തിൽ അവഗാഹമുള്ള 50 ഗായകർ, 100 കണക്കിന് പക്കവാദ്യക്കാർ, കണക്കുകൾ സൂക്ഷിക്കുന്ന ഗുമസ്തന്മാർ, ക്ഷേത്ര കാവൽക്കാർ എന്നിങ്ങനെ പോകുന്ന ഇവരുടെ പട്ടിക. ഈ ചുറ്റമ്പലം പൂർണ്ണമായും ചോള ഭരണകാലത്ത് ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്ന നർത്തകിമാരുടെയും അതുപോലെ സംഗീത വിദ്വാൻമാരുടെയും വാസസ്ഥലമായിട്ടാണ്, അല്ലെങ്കിൽ അവരെ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. വെളിയിൽ ചെറിയൊരു നന്ദി വിഗ്രഹം കാണുന്നുണ്ട്. തീർച്ചയായും ഉള്ളിൽ ശിവലിംഗ പ്രതിഷ്ഠ കാണാനിടയുണ്ട്. ഇവിടെ അനേകം ശിവലിംഗ പ്രതിഷ്ഠയാണ്. കൂടാതെ ചുവരുകളിൽ ഇതിനകത്ത് ഗജലക്ഷ്മി, സരസ്വതി, ദുർഗ എന്നിവരുടെ ശുഭചിത്രങ്ങളും കാണാം. ഇവിടെ നിന്ന് നമ്മൾ ശ്രീകോവിൽ നോക്കുമ്പോൾ ശ്രീകോവിലിൻ്റെ അതിമനോഹരമായ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന അതിഭയങ്കരമായ, ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഭീമാകാരമായ നിർമ്മിതി. ലോകാത്ഭുതങ്ങളിൽ ഒന്ന്. തീർച്ചയായും ഇത് ലോകാത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ്.
സന്ധ്യാസമയത്തുള്ള വൈദ്യുത പ്രഭയിൽ എത്ര മനോഹരമായി വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഒരു ലോഹാത്ഭുതമാണിതെന്ന് നോക്കൂ. ഇതൊന്ന് കാണാനും ഇവിടെ 3-4 മണിക്കൂർ ചെലവിടാനും കിട്ടിയ ഈ ഒരു സന്ദർഭത്തിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയുകയാണ്. നവഗ്രഹങ്ങളെ ശിവലിംഗ രൂപത്തിൽ പൂജിക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് ഈ ബൃഹദീശ്വര ക്ഷേത്രം. മാത്രമല്ല 27 നക്ഷത്രങ്ങളെയും ശിവലിംഗ രൂപത്തിൽ ഇവിടെ പൂജിച്ചു വരുന്നു. പ്രധാന ക്ഷേത്രത്തിൻ്റെ ഒരു ഉപക്ഷേത്രമായി ഇവിടെ ഒരു ഗണപതി ക്ഷേത്രം കൂടിയുണ്ട്. ഇത് പണി കഴിപ്പിച്ചത് 17-ാം നൂറ്റാണ്ടിൽ മറാത്ത രാജവംശമാണ്. ഈ ക്ഷേത്ര കവാടത്തിന് മുന്നിലായി ഗണപതി ഭഗവാന്റെ വാഹനമായ മൂഷികൻ്റെ തലയുയർത്തി നിൽക്കുന്ന ഒരു മൂഷിക പ്രതിമയും പ്രതിഷ്ഠിച്ചതായി കാണാം. ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്നുള്ള ദൃശ്യമാണിത്. വൈദ്യുത പ്രഭയിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യബിംബം മാതിരി തിളങ്ങി നിൽക്കുന്ന ഈ മഹാക്ഷേത്രത്തിനെ ഇവിടുന്ന് കാണുവാൻ അതിമനോഹരമായിരിക്കും. ഇപ്പോൾ സമയം രാത്രി 7:30 മണിയായിരിക്കുന്നു. വൈദ്യുതി പ്രഭയാൽ ക്ഷേത്രാങ്കണം പൂർണ്ണമായും വെട്ടിത്തിളങ്ങി അതിമനോഹരമായിരിക്കുന്നു. അതിമനോഹരം തന്നെ ഈ കാഴ്ച. കണ്ടോ, ഇതേതാ അമ്പലം? ആരെ? തഞ്ചാവൂരാ? ബൃഹദീശ്വര ക്ഷേത്രം. ഇതാരാ ഉണ്ടാക്കിയത്? കാച്ചാളൻ. നമുക്കെല്ലാം യൂട്യൂബ് നോക്കി ചരിത്രമെല്ലാം പഠിച്ചിട്ടാ വന്നത്. അതെയോ? ഇത് ഇന്നും ഇന്നലെയൊന്നല്ല, ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുക, തൊഴുക, ഇതൊക്കെ ഒന്ന് കാണുവാന്നുള്ളത്. അതെയോ? ആഗ്രഹം സാധിച്ചു, സന്തോഷമായി. എന്ത് ചോദ്യം വേണ്ടിക്ക് ഇന്ന് ചോദിച്ച ഉത്തരം പറയും. പറയൂ, എത്ര ഹൈറ്റാണ് ഇത്? ഗൗരി, അത് 80 ടൺ ഭാരമുള്ള കല്ലാണ്. അതെയോ? നമ്മളെ കണ്ടാലും പെരിയ കോവിലിൻ്റെ ക്ഷേത്രത്തിനകത്താണ് നമ്മളെ ഒരുപാട് ആഗ്രഹമായി ഈ ക്ഷേത്രം കൊണ്ടുവന്ന് കാണുന്നത്. അതിപ്പം നമ്മൾ സഫലീകരിച്ചു. ഇപ്പോഴാണ് വന്ന് കാണാൻ സാധിച്ചത്. ഇപ്പോൾ രാത്രി സമയം 7 മണിയാവുമ്പോൾ അപൂർവമായ തിരക്കുവാണ്. എന്താണെന്നറിയില്ല, പ്രത്യേകത. ഇവയിൽ എങ്ങനെയാന്ന് കാണുന്നത്? ക്ഷേത്രം ഫുള്ള് ഈ നന്ദി വിഗ്രഹമായിരുന്നു രാജരാജ ചോളൻ പ്രതിഷ്ഠിച്ചത്. ഇപ്പോഴിത് ചുറ്റമ്പലത്തിൻ്റെ വരാണ്ടയിലാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഏകദേശം 1014 വർഷം മുമ്പ് പ്രതിഷ്ഠിച്ച ഒരു നന്ദി വിഗ്രഹമാണിത്. ക്ഷേത്രത്തെ അപേക്ഷിച്ച് ഈ നന്ദി വിഗ്രഹം ചെറുതായിരുന്നു എന്നൊരു ആക്ഷേപമുണ്ടായപ്പോഴാണ് ഈ നന്ദി വിഗ്രഹത്തെ മാറ്റി ഇപ്പോൾ കാണുന്ന നന്ദി വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. വിജയനഗര രാജാക്കന്മാർ തഞ്ചാവൂർ ഭരണം നടത്തിയിരുന്ന സമയത്താണ് ഈ നന്ദി വിഗ്രഹം അവിടുന്ന് മാറ്റി പുതിയ നന്ദി വിഗ്രഹം പ്രതിഷ്ഠിച്ചത്.
ശിവഭഗവാന്റെ പത്നിയായ പാർവതീദേവിയുടെ ക്ഷേത്രമാണ് ബൃഹന്നായികി ക്ഷേത്രം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. വലിയ ചിത്രത്തൂണുകളോടുകൂടിയുള്ള ഒരു ക്ഷേത്രം. പെരിയമ്മൻ കോവിൽ എന്ന് മറ്റൊരു വിളിപ്പേര് കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. ശിവഭഗവാന്റെ പത്നിയായ പാർവതീദേവിയാണ് ഇവിടെ ബൃഹന്നായികയും പെരിയമ്മനും പെരിയ നായികയുമെല്ലാം. ഇതാണ് ബൃഹന്നായികി ടെമ്പിൾ. ഇതാണ് ബൃഹന്നായികി ടെമ്പിൾ, അതായത് പാർവതി ദേവിയുടെ ക്ഷേത്രമാണ് ബൃഹന്നായികി ടെമ്പിൾ. നേരെ ഇടതുവശം കാണുന്നതാണ് പാർവതീദേവിയുടെ ക്ഷേത്രം. ബൃഹന്നായികി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. നന്ദി വിഗ്രഹത്തിൻ്റെ എല്ലാം നമുക്ക് ചെവിയിൽ രഹസ്യമായി നമ്മൾ ആഗ്രഹം പറയാം. ഇവിടെ ഒരു നന്ദി വിഗ്രഹമുണ്ട്. ഇതിൻ്റെ ഒരു ചെവി പൊത്തി നമ്മൾ മറ്റേ ചെവിയിൽ നമ്മൾ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി അത് ശിവഭഗവാനോട് പോയി പറഞ്ഞ് നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കും എന്നാണ് വിശ്വാസം. ഈ ദൂരെ കാണുന്നത് ഒരു നടരാജ ക്ഷേത്രമാണ്. കേരളാന്തക ഗോപുരം രാത്രി വൈദ്യുതി പ്രഭയിൽ ശോഭിച്ചു നിൽക്കുന്നത് എത്ര മനോഹരമായ ദൃശ്യമാണ്. നേരെ മറുഭാഗത്തായി
രാജരാജ ഗോപുരവും രാത്രി വൈദ്യുതപ്രഭയിൽ ശോഭിച്ചു നിൽക്കുന്നു. മനോഹരമായ ദൃശ്യം. വ്യത്യസ്തങ്ങളായ നൂറുകണക്കിന് ശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമായ 2 ഗോപുരങ്ങൾ. ഈ ക്ഷേത്രം സന്ദർശിക്കാൻ വരുന്ന സന്ദർശകർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തമിഴ്നാട്ടിൽ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഈ വെയിലില്ലാത്ത സമയത്ത് ഒന്നുകിൽ അതിരാവിലെ വരിക, അല്ലെങ്കിൽ ഒരു 4 മണിക്ക് ശേഷം വന്ന് ക്ഷേത്ര ദർശനം നടത്തുന്നതായിരിക്കും ഉത്തമം. അല്ലെങ്കിൽ ഈ ചൂട് സമയത്ത് നമുക്ക് നടന്ന് കരിങ്കൽ പാകിയ ക്ഷേത്രാങ്കണത്തിലേക്ക് കൂടി നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 2 സമയങ്ങളാണെങ്കിൽ നമുക്ക് വലിയ ചൂടില്ലാതെ ഈ ക്ഷേത്രം പൂർണ്ണമായി ചെരുപ്പും ലഗേജെല്ലാം വെക്കുന്ന സ്ഥലമാണ്. നമ്മൾ 10 രൂപ ടിക്കറ്റാണ്. ടിക്കറ്റ് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ സാധനം തിരിച്ചു പോകാം. കണ്ട ഈ ബാഗിലെല്ലാം ചെരുപ്പുകളാണ്. ചെരുപ്പുകൾ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലമാണ്. നമ്മളെ നമ്പർ A12. A12 നമ്മൾ എടുത്തിട്ട് പോവാം. വാ പോവാ. കണ്ടോ? അടിപൊളിയാ. അതാണ് ഈ കരിങ്കല്ലില്ലേ, 40 അടി നീളമുള്ളൊരു കയർ. കെട്ടിരി കരിങ്കല്ലാണ്. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ നിലനിർത്തുന്ന ആ കരിങ്കല്ലാണ്. ഒറ്റക്കരിങ്കല്ല്. ബൃഹദീശ്വര ക്ഷേത്രം കണ്ട് തളർന്നോ? കുറേ നേരം തളർന്നല്ലേ? അപ്പം നമ്മൾ തഞ്ചാവൂർ ക്ഷേത്രം പെരിയ കോവിൽ പാത്തേച്ച് നമ്മൾ തിരിച്ചു പോവാണ്. രാത്രി 7:30 മണിയായി. രാത്രികാല ഈ ക്ഷേത്രത്തിൻ്റെ രാത്രികാല ദൃശ്യമാണ്. രാത്രികാലത്ത് തഞ്ചാവൂർ ടൗണാണ്. പഴയ